ബംഗ്ലാദേശ് ഇടക്കാല സർക്കാരിന്റെ അവകാശവാദങ്ങൾ ഇന്ത്യ ശക്തമായി നിരസിച്ചു. ധാക്കയുടെ സമീപകാല പത്രക്കുറിപ്പിനെ അഭിസംബോധന ചെയ്തും ഇരു അയൽക്കാരും തമ്മിലുള്ള നയതന്ത്ര കൈമാറ്റങ്ങൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിലാണ് നിലപാട് വ്യക്തമാക്കിയത്. വിദേശകാര്യ മന്ത്രാലയം പുറത്തിറക്കിയ പത്രക്കുറിപ്പിൽ 2025 ഡിസംബർ 14 ബംഗ്ലാദേശ് ഇടക്കാല സർക്കാർ നടത്തിയ പത്രക്കുറിപ്പ് ഇന്ത്യ നിരാകരിക്കുന്നുവെന്ന് പറഞ്ഞു. വിദേശത്ത് നിന്നും അക്രമത്തിന് പ്രേരിപ്പിച്ചതായി ആരോപിക്കപ്പെട്ട മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന നടത്തിയ പരാമർശങ്ങളിൽ ധാക്കയുടെ ഗുരുതരമായ ആശങ്കകൾ പ്രകടിപ്പിക്കാൻ ബംഗ്ലാദേശ് വിദേശകാര്യ മന്ത്രാലയം ഇന്ത്യൻ ഹൈക്കമ്മീഷനെ വിളിച്ചതിന് തൊട്ടുപിന്നാലെയാണ് പ്രസ്താവന നടത്തിയത്. ബംഗ്ലാദേശിന്റെ ജനാധിപത്യ പ്രക്രിയയ്ക്കുള്ള അചഞ്ചലമായ പിന്തുണ ഇന്ത്യ ആവർത്തിക്കുകയും ചെയ്തു. സമാധാനപരമായ അന്തരീക്ഷത്തിൽ ബംഗ്ലാദേശിൽ സ്വതന്ത്രവും നീതിയുക്തവും എല്ലാവരെയും ഉൾക്കൊള്ളുന്നതും വിശ്വസനീയവുമായ തിരഞ്ഞെടുപ്പ് നടത്തുന്നതിന് അനുകൂലമായി ഞങ്ങളുടെ നിലപാട് ഞങ്ങൾ നിരന്തരം ആവർത്തിച്ചിട്ടുണ്ടെന്ന് വിദേശകാര്യ മന്ത്രാലയം പറഞ്ഞു. ബംഗ്ലാദേശിന്റെ താൽപര്യങ്ങൾക്ക് വിരുദ്ധമായ നടപടികൾ ഇന്ത്യൻ പ്രദേശത്ത് നടക്കുന്നുണ്ടെന്ന അവകാശവാദം വിദേശകാര്യ മന്ത്രാലയം നിഷേധിച്ചു. ബംഗ്ലാദേശിലെ സൗഹൃദ ജനതയുടെ താൽപര്യങ്ങൾക്ക് വിരുദ്ധമായ പ്രവർത്തനങ്ങൾക്ക് ഇന്ത്യ ഒരിക്കലും തങ്ങളുടെ പ്രദേശം ഉപയോഗിക്കാൻ അനുവദിച്ചിട്ടില്ല എന്നും പ്രസ്താവനയിൽ പറഞ്ഞു. സമാധാനപരമായ തിരഞ്ഞെടുപ്പ് നടത്തുക എന്ന ഉദ്ദേശ്യം ഉൾപ്പെടെ ആഭ്യന്തര ക്രമസമാധാനം ഉറപ്പാക്കുന്നതിന് ബംഗ്ലാദേശിന്റെ ഇടക്കാല സർക്കാർ ആവശ്യമായ എല്ലാ നടപടികളും സ്വീകരിക്കുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ഷെയ്ഖ് ഹസീനയെയും മുൻ ആഭ്യന്തരമന്ത്രി അസദുസമാൻ ഖാൻ കമാലിനെയും കൈമാറണമെന്ന് ആവശ്യപ്പെട്ട് ബംഗ്ലാദേശ് ശക്തമായ പ്രഖ്യാപനം നടത്തിയതിനും അക്രമത്തിന് പ്രേരിപ്പിച്ചതിനും അടുത്ത തിരഞ്ഞെടുപ്പിനെ അട്ടിമറിക്കാനുള്ള പദ്ധതികളെക്കുറിച്ച് ആശങ്ക പ്രകടിപ്പിച്ചതിനും പിന്നാലെയാണ് പ്രതികരണം. വരാനിരിക്കുന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ ലക്ഷ്യമിട്ട് അഭയാർത്ഥി ഷെയ്ഖ് ഹസീനയെ ബംഗ്ലാദേശിൽ തീവ്രവാദ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാൻ തന്റെ അനുയായികളോട് ആഹ്വാനം ചെയ്യുന്ന പ്രകോപനപരമായ പ്രസ്താവനകൾ തുടരാൻ അനുവദിച്ചതിൽ ബംഗ്ലാദേശ് സർക്കാരിന്റെ ഗുരുതരമായ ആശങ്ക അറിയിക്കാൻ വിദേശകാര്യ മന്ത്രാലയം ഇന്ന് ഇന്ത്യൻ ഹൈക്കമ്മീഷനെ വിളിച്ചു വരുത്തിയെന്നും ബംഗ്ലാദേശ് വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിൽ വ്യക്തമാക്കി. ഷെയ്ഖ് ഹസീനയെയും അസദുസമാൻ ഖാൻ കമാലിനെയും ബംഗ്ലാദേശിലെ ജുഡീഷ്യൽ അധികാരികൾ വിധിച്ച ശിക്ഷകൾ നേരിടുന്നതിനായി വേഗത്തിൽ കൈമാറണമെന്ന് ബംഗ്ലാദേശ് ആവർത്തിച്ചു. കൂടാതെ നിലവിൽ ഇന്ത്യയിൽ താമസിക്കുന്ന അവാമി ലീഗ് അംഗങ്ങളുടെ ബംഗ്ലാദേശ് വിരുദ്ധ നടപടികളെക്കുറിച്ച് മന്ത്രാലയം ഇന്ത്യൻ പ്രതിനിധിയെ അറിയിച്ചു. വോട്ടെടുപ്പ് പ്രക്രിയയെ തടസ്സപ്പെടുത്തുന്നതിനായി ബംഗ്ലാദേശിനുള്ളിൽ തീവ്രവാദ പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്യുക, സംഘടിപ്പിക്കുക, സഹായിക്കുക എന്നിവ ഈ പ്രവർത്തനങ്ങളിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് വിശ്വസിക്കപ്പെടുന്നു. ഇന്ത്യയിൽ താമസിക്കുന്ന അവാമി ലീഗ് അംഗങ്ങളുടെ ബംഗ്ലാദേശ് വിരുദ്ധ പ്രവർത്തനങ്ങളെക്കുറിച്ചും മന്ത്രാലയം ദൂതന്റെ ശ്രദ്ധ ക്ഷണിച്ചു. വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളെ തടസ്സപ്പെടുത്തുന്നതിനായി ബംഗ്ലാദേശിനുള്ളിൽ തീവ്രവാദ പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്യുക, സംഘടിപ്പിക്കുക, സഹായിക്കുക എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു. ഈ ഫാസിസ്റ്റ് തീവ്രവാദികളുടെ ക്രിമിനൽ പ്രവർത്തനങ്ങൾ അവസാനിപ്പിക്കാനും അവരെ എത്രയും വേഗം ബംഗ്ലാദേശിലേക്ക് കൈമാറാനും ഇന്ത്യൻ സർക്കാരിനോട് വേഗത്തിൽ നടപടിയെടുക്കണമെന്ന് ആവശ്യപ്പെട്ടു. ബംഗ്ലാദേശ് രാഷ്ട്രീയ നേതാവ് ഷെരീഫ് ഉസ്മാൻ ഹാദിയെ വധിക്കാൻ ശ്രമിച്ച കേസിൽ പ്രതികൾ രക്ഷപ്പെടുന്നത് തടയാൻ മന്ത്രാലയം ഇന്ത്യയുടെ സഹായം അഭ്യർത്ഥിച്ചു. ബംഗ്ലാദേശ് രാഷ്ട്രീയ നേതാവ് ഷെരീഫ് ഉസ്മാൻ ഹാദിയെ വധിക്കാൻ ശ്രമിച്ച കേസിൽ ഉൾപ്പെട്ട പ്രതികൾ ഇന്ത്യയിലേക്ക് രക്ഷപ്പെടുന്നത് തടയുന്നതിനും അവർ ഇന്ത്യൻ പ്രദേശത്തേക്ക് കടന്നാൽ അവരെ ഉടൻ പിടികൂടി ബംഗ്ലാദേശിലേക്ക് കൈമാറുന്നത് ഉറപ്പാക്കുന്നതിനും മന്ത്രാലയം ഇന്ത്യയുടെ സഹകരണം തേടിയെന്നും പ്രസ്താവനയിൽ പറയുന്നുണ്ട്. ഒരു അയൽക്കാരൻ എന്ന നിലയിൽ നീതി ഉയർത്തിപ്പിടിക്കുന്നതിലും ജനാധിപത്യ പ്രക്രിയകൾ സംരക്ഷിക്കുന്നതിലും ബംഗ്ലാദേശിലെ ജനങ്ങൾക്കൊപ്പം ഇന്ത്യ നിലകൊള്ളുമെന്ന് പ്രതീക്ഷിക്കുന്നതായി മന്ത്രാലയം ഊന്നി പറഞ്ഞു. ബംഗ്ലാദേശിൽ സമാധാനപരമായ തിരഞ്ഞെടുപ്പുകൾക്കായി ഇന്ത്യ ആഗ്രഹിക്കുന്നുവെന്നും ഇക്കാര്യത്തിൽ എല്ലാ സഹകരണവും നൽകാൻ തന്റെ രാജ്യം തയ്യാറാണെന്നും ഇന്ത്യൻ ഹൈക്കമ്മീഷണർ ഊന്നി പറഞ്ഞു. ബംഗ്ലാദേശ് വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കിയതും ഇങ്ങനെയാണ്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.